അസ്സലാമലൈക്കും. എടാ, +1 അറബി പരീക്ഷയിൽ ക്രിസ്മസ് എക്സാമിന് എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കൊരു പാരഗ്രാഫ് തരും, ആ തന്നിട്ട് നിങ്ങളോട് പറയും അതിൽ ഇസ്മ ഫുളിലെ ഹർഫ് നിങ്ങളോട് കണ്ടെത്താൻ വേണ്ടി പറയും. പല കുട്ടികളും പറഞ്ഞൊരു പരാതിയാണ്, സാർ ഞങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് ഒന്നും അറിയില്ല, പിന്നെ ഞങ്ങൾ ഇസ്മാണത് നെയിമാണോ ഫ്ലോയിൽ അത് വെർബാണോ എന്നൊക്കെ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിക്കാറുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഇതിൻ്റെ ഒന്നിൻ്റെ മീനിങ് അറിഞ്ഞില്ലെങ്കിൽ വളരെ ഈസിയായി ഈ ക്വസ്റ്റ്യൻ 6 മാർക്കിലാണ് ചോദിക്കാറുള്ളത്. ആ 6 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. ഓക്കെ, നമുക്കതിലേക്ക് എത്താം. അപ്പോൾ പിന്നെ പറയാനുള്ളത് ഇസ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെയിമാണ്, നെയിമിനാണ് ഇസ്മ എന്ന് പറയാം കേട്ടോ. ഓക്കെ, വെർബിലാണ് ഫിൽ എന്ന് പറയാം, വെർബുകളായിരിക്കും. ഹർഫ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് എന്നാണ് ശരിക്കും അർത്ഥം. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറബിയിൽ ഫി, അതേപോലെ തന്നെ ഇല, അതേപോലെ തന്നെ അല, പിന്നെ മിൻ, ഇങ്ങനെ കുറേ വാക്കുകളുണ്ടാവും അറബിയിൽ. ഈ ടൈപ്പ് ഓഫ് വാക്കുകൾക്കാണ് എന്ത് പറയാം, ഹർഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റിയ ഹർഫുകളായിരിക്കും. സോ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഹർഫുകൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഫി, ഇവിടെ ഹർഫുണ്ട്, അതേപോലെ തന്നെ ഇവിടെ വീണ്ടും ഫി മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, ആ തരത്തിലുള്ള വാക്കുകൾ ഇതിലെല്ലാം ഫി ആണ് വരുന്നത്. ഓക്കെ, ആ തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വരുന്ന വാക്കുകൾ മൊത്തം 1, 2, 3 ഏതാണുള്ളത് അത് ബോക്സിലേക്ക് എഴുതാം. ദെൻ രണ്ടാമത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന വാക്കുകൾ വെച്ചാൽ അപ്പോൾ നമ്മൾ കിട്ടുന്ന വാക്കുകൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ അത് കട്ട് ചെയ്തോ. ഇവിടെ ഹർഫൊക്കെ ഹർഫാണ് അല്ലേ, ഫി ഹർഫുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കട്ട. മീൻ, ഇവിടെ മിന്നുണ്ട് കേട്ടോ, മിന്നൊന്നുണ്ട്, മിന്ന് നമ്മൾ ഒഴിവാക്കി. അങ്ങനെ നമ്മൾ ഹർഫുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് ഇസ്മുകളാണ്. അപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കും തോറും നമുക്ക് വാക്കുകൾ എണ്ണം കുറയും. ഇസ്മുകൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇതിൽ ആരുടെയെങ്കിലും പേരുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഉദാഹരണത്തിന് അല്ലേ, ഒന്ന് നിങ്ങൾ നെയിമുകൾ നോക്കുക, എന്തിൻ്റെങ്കിലും പേരുണ്ടോ. എന്ത് ആളെ പേരാവാം, സ്ഥാപനത്തിൻ്റെ പേരാവാം, സ്ഥലത്തിന് എന്തിനെങ്കിലും പേരായാൽ മതി. ഇവിടെ ബാബു എന്നുണ്ട്, അപ്പോൾ നമ്മളത് വെട്ടി, അത് ഇവിടെ എടുത്ത് എഴുതി അല്ലേ. ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു പേര് നമുക്ക് കിട്ടി. രണ്ടാമത്തെ നിങ്ങൾ നോക്കുക, ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണ് അല്ല് വെച്ചിട്ട് തുടങ്ങുന്ന വാക്കുണ്ട് നോക്കുക. അല്ല് വെച്ച് തുടങ്ങുന്ന നോക്കുക. അല്ല് വെച്ച് തുടങ്ങുന്ന വാക്ക് മുഴുവൻ ഇങ്ങനെ അർത്ഥം ഒന്നും നോക്കണ്ട, അത് ഇസ്മായിരിക്കും, ധൈര്യത്തിൽ എടുത്ത് എഴുതിക്കൊള്ളി. ഇങ്ങനെ പോണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സമയത്ത് അൽ ഫുറസ് എടുത്ത് എഴുതിക്കോളൂ അല്ലേ. അപ്പോൾ അല്ലുള്ള വാക്ക് എടുത്ത് എഴുതി. ഇനി നമുക്ക് അടുത്ത നമ്മൾ നോക്കാൻ ഏറ്റവും എളുപ്പം വെച്ചാൽ ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് ഈ തായിൽ അവസാനിക്കുന്ന വാക്കുണ്ടോ നോക്കാം. ഈ തായിൽ അവസാനിക്കുന്ന വാക്കുണ്ടോ നോക്കാം. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. യെസ്, മദറസത്തിൻ, സാനവിയത്തിൻ, ആലിയത്തിൻ, ഓക്കെ, ഷെരിക്കത്ത്, ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ വാക്കുകൾ കണ്ടെത്തി. ഇനി നമുക്ക് അടുത്തത് ഏറ്റവും എളുപ്പം നോക്കാനുള്ള സുഖം വെച്ചാൽ ഏതെങ്കിലും വാക്കുകൾ ഹു, അതല്ലെങ്കിൽ പിന്നെ ഹ, അതല്ലെങ്കിൽ ക, അതല്ലെങ്കിൽ കും, ഇതൊക്കെ തുടങ്ങുന്ന അക്ഷരങ്ങൾ വരുന്നുണ്ടല്ലോ. ഇത് ഏതെങ്കിലും വാക്കിൻ്റെ അവസാനത്തിലുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് എന്തായിരിക്കും, അത് ഇസ്മായിരിക്കും. ഒരിക്കലും ഫുള്ളിൽ ലാസ്റ്റിൽ അത് വരില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് വാലിദുഹു നമ്മൾ എടുത്ത് എഴുതി അല്ലേ. ബൈത്തിഹി, ബൈത്ത് എന്നുള്ള വാക്ക് ആ ഹു ഒഴിവാക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. ഈ ഹു എഴുതരുത്, ഇല്ലാതെ എഴുതണേ. ഓക്കെ, വാലിദുഹു നമ്മൾ ഓൾറെഡി എഴുതി. ഹയാത്തിക്ക, അപ്പോൾ ഹയാത്ത് എഴുതി. ദിറാസത്തിക്ക, അപ്പോൾ ദിറാസത്ത് എഴുതി കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പറ്റിയ സാധനം, ഇത് എപ്പോഴും ഫിറ്റ് ആവില്ല. ചില സ്ഥലത്ത് ഇപ്പോൾ ഹർക്കത്ത് കൊടുക്കാതെ എഴുതും. ഹർക്കത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 2 ഫത്തഹ്, 2 കസർ, 2 ലൊമ വെച്ചാൽ തൻവീനായിട്ട് ഹർക്കത്ത് വരുന്ന വാക്കുണ്ടോ നോക്കാം. ഏറ്റവും ലാസ്റ്റ് അക്ഷരത്തിന് തൻവീനായിട്ട് ഇവിടെ ഉണ്ടാവും മുദാരിസുൻ, ഇതൊക്കെ ഇങ്ങനെ തൻവീനായിട്ട് ഇതൊക്കെ തന്നെ വരുന്നതാണ് കേട്ടോ. തൻവീനായിട്ട് അവസാനിക്കുന്ന വാക്കുകളുണ്ട് നോക്കുക. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, അത് നിർബന്ധമായിട്ടും അത് എന്തേ വരുള്ളൂ, അത് ഇസ്മായിരിക്കും. അപ്പോൾ ഇസ്മുകൾ നമുക്ക് ഏറെക്കുറെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഫൊയിലുകളിലേക്ക് നോക്കാം. ഫൊയിലാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക ഫഅല രൂപത്തിൽ, കത്തബ, ഫഅല, നളറ, നസറ എന്നൊക്കെ പറഞ്ഞ ഫഅല രൂപത്തിലുണ്ടോ നോക്കാം. ഇല്ല എങ്കിൽ നമ്മൾ യഫ്അലു, ചില മുലാരിയായിരിക്കും, യഫ്അലു, യദ്റുസു, യക്തുലു, യക്തബു എന്നുള്ളതിലുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്ത്, ഇങ്ങനെ നോക്കുമ്പോൾ യദ്റുസു കണ്ടു അല്ലേ, യഅമലു ഉണ്ടോ, അതൊക്കെ ഒരേപോലെ വരാം. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും അക്ഷരപ്പെടുമ്പോൾ ഫത്ത് കസറുള്ള പറഞ്ഞ മാതിരി ഏതെങ്കിലും ആ വാക്കുകൾക്ക് അവസാനത്തിൽ സുക്കൂൻ ഉണ്ടെന്ന് നോക്കുക. സുക്കൂൻ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി എഴുതിക്കോളൂ, അത് എന്തായാലും എന്തായിരിക്കും, ഹർഫായിരിക്കും വരിക. നിങ്ങളിങ്ങനെ നോക്കുക, നിങ്ങൾ ഇതിന് സുക്കൂൻ ഉണ്ട്. ഇപ്പോൾ ലാ തക്സൽ അതെന്താണ്, അത് ഫൊയിലാണ്. യുത്തനിം അത് ഫൊയിലാണ് അല്ലേ. ഇജ്തഹിദ് അത് ഫൊയിലാണ് ഉണ്ടോ. യെസ്, അപ്പോൾ നമുക്ക് ഏറെക്കുറെ വാക്കുകൾ കിട്ടി. ഇനി ചിലതിനുണ്ടാവും ലാ എന്ന് തുടങ്ങുന്ന വാക്കുകൾ, ലാ തക്തുബ്, ലാ തക്സൽ എന്നൊക്കെ വാക്കുകൾ, പിന്നെ അല്ലൻ, കൈ, ഇതിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴൊക്കെ നിങ്ങൾ നോക്കി, ഇതിൽ ഏറെക്കുറെ എല്ലാ വാക്കുകളും ഇവിടെ വന്നു. ഇപ്പോൾ ഈ കാലയും ജമീ ആണ് വരാത്തുള്ളൂ, ബാക്കി എല്ലാതും ഏതിൽ വന്നു, ഇത് വന്നു. ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം 95% വാക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് വരും. അപ്പോഴും വരാത്ത 2-3 വാക്കുണ്ടാവും. തൽക്കാലങ്ങൾ അതിനെ മൈൻഡ് ചെയ്യണ്ട. അതിൻ്റെ അർത്ഥം പറയും. ഇപ്പോൾ കാല എന്നതിൻ്റെ അർത്ഥം പറഞ്ഞു, വെർബാണ്, ഇവിടെ കൊണ്ട് എഴുതാം. ജമിയോ എല്ലാം ഇസ്മാണ് വരിക, ഇതിലെഴുതാം.
നിങ്ങൾക്ക് അറിയുമെങ്കിൽ എഴുതുക, അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ടീച്ചർ വന്നുകൊണ്ട് ഇതിലെല്ലാം 100% വന്നുകൊണ്ട് വാക്കിന് എണ്ണി നോക്കുക, അങ്ങനെയൊന്നുമല്ല. ഇസ്മു വന്നിക്കണ്, ഹർഫ് വന്നിക്കണ്, ഫെയിൽ വന്നിക്കണ്, ശരി ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്മിലായിരിക്കും വരിക എന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങോട്ട് കൊടുന്ന് എഴുതൊന്നും വേണ്ട, നിങ്ങൾക്ക് കിട്ടിയ ഫ്ലോയിൽ എഴുതിയാൽ മതി, കിട്ടിയ ഹർഫ് എഴുതാൽ മതി, കിട്ടിയ ഇസ്മു എഴുതുക. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതരാം, ഇതിനൊന്നും മീനിങ് അറിയാത്ത കുട്ടിക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ 6 മാർക്ക് വാങ്ങാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും, അതിൻ്റെ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.